ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആങ്കർ ബ്രാൻഡിന്റെ സൗണ്ട് കോർ സ്പേസ് വൺ ഹെഡ്ഫോൺ ആണ് ഗൈസ്. അപ്പൊ ബാക്കി പറ. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ ഒറിജിനൽ. നമ്മൾ പൊട്ടിച്ചിട്ടില്ല, ബ്രാൻഡ് ന്യൂ പീസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ എന്താണ് 4 hours ഫാസ്റ്റ് ചാർജ് ആണ്. ഓക്കെ, അതല്ലാതെ തന്നെ 40 hours വിത്ത് ANC-യും 55 hours വിത്തൗട്ട് ANC. നമ്മളിത് ഒരു പീസ് ട്രൈ ചെയ്താണ് നമ്മള് വാങ്ങിച്ച മോളിൽ വെച്ച് തന്നെ. അത് തന്നെ ഇതിന്റെ പ്രോ വെർഷൻ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ അതിന്റെ സൗണ്ട് ക്വാളിറ്റി വളരെ ഓവർ സൗണ്ട് ആയിരുന്നു. ഇനി അപ്ഗ്രേഡ് വെർഷൻ വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഉടനെ തന്നെ ഈ ഇയറിൽ തന്നെ വരും. ഇതിന്റെ കൂടെ ചാർജർ, അതുപോലെ തന്നെ കേബിൾ. ചാർജർ ഒന്നുമില്ല, ചാർജർ ഇടുന്നുണ്ട്. ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. ഓക്സ് കേബിൾ, ട്രാവൽ പൗച്ച്. പിന്നെ ഇതിങ്ങനെ മടക്കി വെക്കാൻ പറ്റുമല്ലോ. ഫോൾഡബിൾ ടൈപ്പ് ആണ്. ഫോൾഡബിൾ ടൈപ്പ് കൂടെയാണ്. നമുക്ക് മടക്കി വെച്ച് കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിൽ. പക്ഷെ ഇതിന്റെ മറ്റേ Q2 ആണ്. Q2 അപ്ഗ്രേഡ്. Q35 എന്നാണ് മോഡല്. 30 ആണെന്ന് തോന്നുന്നു. അത് 2021 30 ഇറങ്ങിയത്. അതിന്റെ ഇപ്പൊ അപ്ഗ്രേഡ് വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ബേസ് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് സൗണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അതെ, സ്പേസ് വൺ പ്രോയും നമ്മൾ സ്പേസ് വണ്ണും ട്രൈ ചെയ്തു. അതിൽ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത് സ്പേസ് വൺ തന്നെയാണ്. പക്ഷെ അത് വിലയും കൂടുതലാണ്. അതെ, പ്രൈസ് ഇപ്പൊ 2024 സെപ്റ്റംബറിലാണ് റിലീസ് ആയത്. അപ്പൊ അതിന്റെ അപ്ഗ്രേഡ് വെർഷൻ ഉറപ്പായിട്ട് അവർ വരുമെന്നാ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അതെ, ലെറ്റ്സ് അൺബോക്സ്. ഇങ്ങനെ പിടിച്ചിട്ടേ ഗൈസ്, ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. എന്താ വരാത്തെ? താഴെ പിടിച്ചോ ഗൈസ്. നമ്മൾ അങ്ങനെ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സാധനം. വളരെ പ്രീമിയം ലുക്ക് തരുന്ന അടിപൊളി സാധനം. കണ്ട, വാട്ട് എ ലുക്ക്. അതെ, ലുക്കിൽ ബ്ലാക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് ഇടുന്നില്ലേ? അതെ, ബ്ലാക്ക് ആണ്. നമ്മൾ ആദ്യം ഒരു വൈറ്റ് കളർ, വൈറ്റ് ആണ്, വൈറ്റിന്റെ ഇത് ട്രൈ ആയിരുന്നു. പക്ഷെ അത് നല്ല ലുക്ക് ആയിരുന്നു. പക്ഷെ നമ്മൾ ബ്ലാക്കിന് ഇത്രയും ലുക്ക് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചതേ ഇല്ല. ഇവിടെ ബോക്സ് വരുന്നത് കാറ്റലോഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാഗുണ്ട്. ബാഗ് അത്യാവശ്യം കുഴപ്പമില്ല. അതെ, പൗച്ചാണ്. അഡാപ്റ്റേഴ്സ്, ഓക്സ് കേബിൾ, കുറെ ചവർ പേപ്പർ എല്ലാം ഇതുണ്ട്. അതിന്റെ യൂസർ മാനുവലാണ്, വിയർ ഡിറ്റക്ഷൻ. അതിനകത്ത് യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാൾ സംസാരിക്കാനാകുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂസിക് ആയാലും വീഡിയോ ആയാലും അത് ഓഫ് ആവുന്ന ഒരു യൂണീക്ക് ഫീച്ചറാണ്. അതിന് നമ്മൾ സൗണ്ട് കോർ ഇവരുടെ തന്നെ ആപ്പ് ഉണ്ട്, ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് മിക്ക ഫംഗ്ഷനാലിറ്റീസും ആപ്പിലാണ്. അതെ, ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ അതിന്റെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രസ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ANC നോയിസ് ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. അതെ, ഇങ്ങനെ നമ്മൾ കൈവയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരാൾ നമ്മൾ സംസാരിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വോയിസ് പൗസ് ആയിട്ട് ക്ലാരിറ്റി ആണ്. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും. എന്നിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 5 സെക്കൻഡ് ആണോ 10 സെക്കൻഡ് ആണോ 15 സെക്കൻഡ് ആണോ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൈ എടുത്ത് കഴിഞ്ഞിട്ട് എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് പ്ലേ ചെയ്യണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ കുഴപ്പമില്ല. നമ്മൾ JBL-ഉം സോണിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഇതിന്റെ പ്രൈസ് റേഞ്ചിന് ഇത് അടിപൊളിയാണ്. ഇന്ത്യയിലെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് സോണിയുടെ സാധനം വെച്ച് കേട്ടായിരുന്നു, JBL വെച്ച് കേട്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് റേഞ്ചിൽ ഇത് അടിപൊളിയാണ്. കണക്ട് ചെയ്യല്ലേ? ഇത്രയേ ഉള്ളൂ സാധനം. കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും. മറ്റേ ബാഗിനകത്തിട്ട്, ഇതാണ് അവർ തന്നിരിക്കുന്ന ബാഗ്. അതിനകത്ത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വെച്ചാൽ ഇത്രയേ ഉള്ളൂ സാധനം. ജസ്റ്റ് സ്വർണ്ണക്കിഴി പോലെ നമുക്ക് കൊണ്ടുപോവാം. അത് നമ്മുടെ Q30 സെറ്റ് പൗച്ചായിരുന്നു. നല്ല പൗച്ചായിരുന്നു. നമ്മൾ ചോദിച്ചു ആ പൗച്ച് റീപൗച്ച് തരുന്നു. ഞാൻ ഫ്രീ ആയിട്ടാത്തോണ്ട് നമ്മള് അങ്ങോട്ട് പോയില്ല. പിന്നെ ആപ്പിന്റെ ഓരോ ഫീച്ചേഴ്സ് ആണിത്. ഇതിനെ കണ്ടാൽ അറിയാം. ഇത് 3 മോഡ്സ് ആണ് ആക്ച്വലി വരുന്നത്. നോയിസ് ക്യാൻസലേഷൻ,
നോർമൽ, ട്രാൻസ്പെറൻസി മോഡ്. ട്രാൻസ്പെറൻസി മോഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കാൻ, അതായത് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് കേൾക്കാൻ നമുക്ക് എന്ത് അത് സംസാരിക്കുകയാണെങ്കിലോ ഇൻ കേസ് വണ്ടി വല്ലോ നമ്മൾ ഹോൺ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹോൺ അടിച്ചാലോ ഒക്കെ നമുക്ക് കേൾക്കാം. ട്രാൻസ്പെറൻസി മോഡിൽ ഏറ്റവും കൂടുതൽ സേഫ്. അതായത് അടുത്തത് നോയിസ് ക്യാൻസലേഷൻ. ഫുള്ളൊരു എയർ പോലും നമ്മൾ AC ഇട്ടേക്കാണ് റൂമിൽ, അതിൻ്റെ ആ ശബ്ദം പോലും കേൾക്കാൻ പറ്റില്ല. സൗണ്ട് ഫുള്ള് സൗണ്ടാണ്, ഫുള്ള് സൗണ്ട് വെച്ചേക്കാം. പോടാ പട്ടി, പോടാ പട്ടി. കേക്കത്തില്ല ഗൈസ്, ഒന്നും കേക്കത്തില്ല. പോടാ പട്ടി. ഫേസിൽ നോക്കും മനസ്സിലാവും, അല്ലാതെ പോടാ ഇപ്പൊ കേൾക്കുന്നില്ലേ പട്ടി? ഫുള്ള് ഓടെയാണോ? ഫുള്ള് ഓടെയാണ്. ഇപ്പൊ ട്രാൻസ്പെറൻസി മോഡാണ്, അതായത് ട്രാൻസ്പെറൻസി മോഡാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ നോയിസ് ക്യാൻസലേഷൻ, ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ മോഡാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പോടാ 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 പോടാ. കണ്ടാ പൊട്ടൻ, പൊട്ടനാ പൊട്ടൻ, മുതലാളി ഇവൻ പൊട്ടനാ. എന്തോ വാദങ്ങൾ പറയുന്നുണ്ട്. നമ്മളെന്തെങ്കിലും സംസാരിച്ചാൽ ഓഫ് ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ എയർപോർട്ടിനകത്ത് കോക്ക് പൈലറ്റിനകത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അവര് ഫീൽ ചെയ്യുന്നുണ്ട്. അതിലിപ്പോ നമ്മള് പാട്ട് കണ്ടോണ്ടിരിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൗണ്ട് കട്ടാവും. എനിക്ക് 10 സെക്കൻഡ് ടൈം വെച്ചേക്കാൻ തോന്നുന്നു. ഞാനിപ്പോ 10-15 സെക്കൻഡ് ടൈമിങ്ങിന്റെ സെറ്റ് ഉണ്ടോ? ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അത് എവിടെയാണത്? പക്ഷെ അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഇതിനെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ? അതെ, അത് വേറെ മോഡലായിരിക്കും. നമ്മൾ കുറെ സാധനം വെച്ച് കേട്ടായിരുന്നു. ഈ പ്രോയ്ക്കല്ല നമ്മൾ കണ്ടത്. പക്ഷെ ഇത് അപ്പൊ എനിക്ക് കാര്യം കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ഓഫ് തന്നെ. അപ്പൊ ഞാൻ നിർത്തി ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മള് സൗണ്ട് എപ്പം നിർത്തിയതിനു ശേഷം ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത. അതെ പിന്നെ ആപ്പിൽ തന്നെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. സെറ്റ് ആപ്പ് ആണ് അല്ലേ? ആപ്പ് ഒരു രക്ഷയില്ല. ആപ്പ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ആപ്പ് ഉണ്ടെങ്കിൽ ഇതിലെ എല്ലാ ഫീച്ചേഴ്സും വർക്ക് ആവണമെങ്കിൽ ആപ്പ് വേണം. ഈസി ചാറ്റ് ആണ് നമ്മൾ പറയുന്ന സാധനം. അതിൽ രണ്ടും കൂടെ ഒരുമിച്ച് എനേബിൾ ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരെണ്ണം. ഒന്നുകിൽ നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ പൗസ് ആവും, ഇല്ലെങ്കിൽ മറ്റേത് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്കും പൗസ് ആവും. ഇത് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തിടാം, ഓൺ ആക്കി ഇടാൻ പറ്റും. അപ്പൊ അത്രയൊക്കെയാണ് ഈ ആപ്പിനകത്തുള്ളത്. പിന്നെ ഓരോ ആൾക്കാരുടെ ഇതാണ് കേട്ടോ. നമ്മള് ആരും അങ്ങനെ ഫുൾ ഓഡിയത്തിൽ വെച്ച് അങ്ങനെ കേൾക്കുന്നില്ല. ANC ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തിരുന്ന് പറയുന്ന പോലും കേൾക്കത്തില്ല. ഞാൻ സംസാരിക്കുമ്പോഴും പൗസ് ആവുന്നുണ്ടല്ലേ? നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് ഇങ്ങോട്ട് സംസാരിച്ചാലും പൗസ് ആവും. ഇല്ലില്ല, ഞാൻ പറഞ്ഞപ്പോ പൗസ് ആയില്ല. നീ പറഞ്ഞ പൗസ് ആവില്ല. നീ സംസാരിച്ചു ഹലോ 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 ഹലോ. വച്ചിരിക്കുന്ന ആൾ വല്ലതും പറഞ്ഞാൽ മാത്രമേ ഓർഡർ പറഞ്ഞാൽ മാത്രമേ തൊഴിലാളി കേൾക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ശരിയാണ്. നമ്മൾ വഴി നടന്നു പോകുമ്പോൾ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൗസ് ഉപയോഗമല്ലോ. അതെ, പറഞ്ഞ കേൾക്കുന്ന മീൻസ് പാട്ടുണ്ട്, നീ സംസാരിക്കാൻ നീ മനസ്സിലാവുന്നുണ്ട്. ഇതില് കേൾക്കുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ മോഡൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ അടുത്തിരുന്ന് സംസാരിച്ചിട്ട് വരെങ്ങനെയുണ്ട്. പിന്നെ ആരും JBL-ഉം സോണിയായിട്ട് കമ്പയർ ചെയ്യരുത്, അത് വേറെ. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണ്, പക്ഷെ ക്വാളിറ്റി ലുക്ക് വൈസ് നൈസ് സാധനമാണ്. അപ്പൊ അത്രയൊക്കെയാണ് ഗൈസ് സൗണ്ട് കോർ സ്പേസ് വണ്ണിന്റെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു സാധനം അൺബോക്സിംഗുമായി നമ്മൾ എത്തുന്നതാണ്. അതുവരയ്ക്കും ഗുഡ് ബൈ. ബൈ. ശരി ഗൈസ്, ബൈ.